കഴിഞ്ഞാൽ ലോകം എന്നെ കാണത്തില്ല. അതിന്റെ അർത്ഥം ഇപ്പം ലോകത്തിനും കാണാൻ നിങ്ങൾക്കും എന്നെ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ലോകത്തിന് കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മാത്രമേ. അടുത്ത പദം, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാനിങ്ങനെ പറയും, ഒരു ജീവിതകാലം മുഴുവനും ജയകരമായ ഒരു ജീവിതം നയിക്കാൻ ഈ ഒരൊറ്റ വാക്യം മതി. ഞാൻ ജീവിക്കുന്നത് കൊണ്ട്. ആ വാക്യത്തിന് മുമ്പിൽ നിന്റെ ഏത് പ്രതിസന്ധിയാ കീഴടങ്ങാത്ത, ആ വാക്യത്തിന് മുമ്പിൽ ഏത് പ്രതികൂലമാ മാറിപ്പോകാത്ത. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല കേട്ടോ. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കാൻ സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ജീവിക്കാൻ സാധ്യതയില്ലാത്തവരാണോ നിങ്ങൾ? മെഡിക്കൽ റിപ്പോർട്ടാണോ നിന്നെ ഭയപ്പെടുന്നത്? വിളിച്ചു പറ, കർത്താവ് ജീവിക്കുന്നെങ്കിൽ നിങ്ങളും ജീവിക്കും. ഇനി ജീവിക്കത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞാലും ജീവിക്കും, ജീവിക്കത്തില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞാലും ജീവിക്കും. വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ മുമ്പിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അസാധാരണ സൗഖ്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് ജീവിക്കുന്നു എന്നൊരു ബോധ്യമകത്തുണ്ടോ? എന്റെ ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടോ? എങ്കിൽ ഈ വാക്യത്തെ വിളിച്ചൊട്ട് പറ, നീ ജീവിക്കുന്നെങ്കിൽ ഞാനും ജീവിക്കും. ഷാജി പാസ്റ്റർ, ഒരു സുവിശേഷത്തിലും ഇതില്ല. യോഹന്നാൻ മാത്രം. യോഹന്നാനെ നീ എപ്പോഴാ കേട്ടെ? മറ്റവർ കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല, മത്തായി ഇത് കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ നെഞ്ചോട് ചാരിയുന്നപ്പോ അവൻ എന്നോട് പറഞ്ഞു, യോഹന്നാനെ നീ ജീവിക്കുമടാ. എന്താ യോഹന്നാനെ നിന്നെ തിളച്ച എണ്ണയിലിട്ട നീ ചാവാത്തത്? ഉണ്ടോ നിങ്ങൾ? നിന്നെ തിളച്ച എണ്ണയിലിട്ടാലും നിനക്ക് മരിക്കാൻ പറ്റാത്തതെന്താ? ഞാൻ അവിടെയും കിടന്ന് ചിന്തിക്കും, തമ്പുരാനെ നീ എന്നോട് പറഞ്ഞല്ലോ ഞാൻ ജീവിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നീ ജീവിക്കുമെന്ന്. യോഹന്നാനെ, തിളച്ച എണ്ണയിലിട്ടിട്ട് നിന്നെ അതിന് കൊല്ലാൻ പറ്റുന്നില്ലല്ലേ? ദൈവം എന്നോട് പറഞ്ഞത്, യോഹന്നാനെ നീ അനാഥനല്ലടാ, ഞാൻ ജീവിക്കുന്നെങ്കിൽ നീയും ജീവിക്കും. ആ ഒരൊറ്റ വിശ്വാസം എണ്ണയുടെ ചൂടിനെ കെടുത്തിക്കളയത്തക്കവണ്ണം ആ എണ്ണക്കകത്ത് വ്യാപരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പകലിലും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ പറ, ഞാൻ ജീവിക്കും. സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ എണ്ണയിൽ ഇട്ടിട്ടും ചാകാത്തോണ്ട് അവനെ കൊണ്ട് പത്മോസിലിട്ടു. പത്മോസിലെല്ലാവരും ചത്തു. യോഹന്നാന് ചാവാൻ പറ്റില്ല. അവിടെ കിടക്കുമ്പോഴും അവന്റെ വിശ്വാസം നഷ്ടപ്പെടത്തില്ല. അവിടെ കിടന്നും അവൻ പറയും, ഞാൻ. ഇതിനകത്ത് അന്തരീക്ഷം തിരിയുകയാണല്ലോ. കഴിഞ്ഞ 18 ദിവസം ആയി ഇതിനകത്ത് കിടക്കുന്ന ദൈവ ശബ്ദങ്ങള് 18 ദിവസം കൊണ്ട് പരിശുദ്ധാത്മ പുറപ്പെടുവിച്ച പ്രവചന ശബ്ദങ്ങൾ ഇന്ന് ഈ ദിവസം നിന്റെ മേൽ ജീവിക്കുമെന്ന് പറഞ്ഞു. ഷാജി പാസ്റ്ററെ, ഞാൻ ചിന്തിക്കുക, വെളിപ്പാട് പുസ്തകത്തിൽ ഈ പത്മോസിൽ കർത്താവ് തട്ടിയിട്ട് പറഞ്ഞു,
യോഹന്നാനെ, നീ വിശ്വസിച്ചില്ലേ ഞാൻ ജീവിക്കുന്നെന്ന്? ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ മരിച്ചവരായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എനിക്ക് പത്രോസിനോട് പറയണ്ട, എനിക്ക് മത്തായിയോടും പറയണ്ട, പക്ഷെ എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. എണ്ണയ്ക്കകത്തും മത്തായി എഴുതാതെ ലൂക്കോസ് കൂടെ ഇല്ലായിരുന്നു, മാർക്കോസും കൂടെ ഇല്ലായിരുന്നു. പക്ഷേ കൂടെ ഉള്ളവരാരും ഞാനീ പറഞ്ഞത് എഴുതിയില്ലല്ലോ, നീയല്ലേ എഴുതി വെച്ചേ. നീ അനാഥനല്ല, അവൻ ജീവിക്കുന്നുണ്ട്, ഞങ്ങളും ജീവിക്കുമെന്ന വിശ്വാസം നീയല്ലേ കേട്ടെഴുതിയത്. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നും കൂടി ഉറപ്പിക്കണമായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നടാ, പക്ഷെ ഇതാ എന്നേക്കും ജീവിക്കുന്നു. പാതാളത്തിന്റെയും മരണത്തിന്റെ താക്കോൽ ഉണ്ടോ നിങ്ങൾ? ഞാനിങ്ങനെ പറയും, സാഹചര്യങ്ങളൊക്കെ എതിരായപ്പോൾ യോഹന്നാനും ചിലപ്പോൾ ഒന്ന് ഭയന്ന് പോയേക്കാം. കൂടെ ആരുമില്ല, അസ്ഥികളും തലയോട്ടികളും മരിച്ചു വീണാൽ കൊത്തിക്കൊണ്ടു പോകാൻ നിൽക്കുന്ന കഴുകനും മാത്രമുള്ളപ്പോൾ കർത്താവ് ഇറങ്ങിട്ട് പറഞ്ഞു, നീ കണ്ടോ ഇത്? എന്താണെന്നറിയാമോ? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ഞാൻ തുറക്കാതെ, ഞാൻ തുറന്നു കൊടുക്കാതെ മരണത്തിന് ഇങ്ങോട്ട് കേറാൻ പറ്റത്തില്ല യോഹന്നാനെ. ഇതിനകത്ത് ചില കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന മരണവ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് തൊടുകയാണ്. മരണഭയങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ആത്മാവ് വെട്ടുകയാണ്. നിന്നെ ഭയപ്പെടുത്തുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ, നിന്നെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, നിന്നെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ, നിന്നെ ഭയപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ വചന വെളിപ്പാടിൽ ഈ അന്തരീക്ഷത്തിൽ നിന്ന്, ഈ കുടുംബങ്ങളുടെ മേൽ നിന്ന്, ഈ സഭയുടെ മേൽ നിന്ന് ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു.